ഇന്നത്തെ വചനചിന്ത മാറയെ മധുരമാക്കുന്ന ദൈവം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, സർവശക്തനായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിനായി ഒരു വാഗ്ദത്ത ഭൂമി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവം അവരെ ആദ്യമായി നയിച്ചത് മരുഭൂമിയിലേക്കായിരുന്നു. മിസ്രൈമിൻ്റെ സകല സ്വാധീനവും അവരുടെ ഹൃദയങ്ങളിൽ നിന്നും മനോഭാവങ്ങളിൽ നിന്നും മാറ്റേണ്ടതായിട്ടുണ്ട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ചുറ്റുമുള്ള ലോകത്തിലെ ആശ്രയം നാം ഉപേക്ഷിക്കുവാൻ നമ്മെ ദൈവം പലപ്പോഴും മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടത്തിവിടാറുണ്ട്. വചനം ശ്രവിക്കുന്ന താങ്കൾ ഇപ്പോഴും മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്ന് ചെല്ലാറുണ്ടായിരിക്കാം. എന്നാൽ ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനം 3-ാം ദിവസം ശൂർ മരുഭൂമിയിലെ കയ്പുള്ള ഒരു മരുപ്പച്ചയുടെ അടുത്തെത്തി. ചെങ്കടലിൻ്റെ വിഭജനം മുന്നിൽ കണ്ട് ആർത്തുപാടിയ ജനത്തിൻ്റെ മുഖഭാവം മാറ എന്ന കയ്പ് വെള്ളത്തിൻ്റെ മുൻപിൽ മാറി. മിസ്രൈമിലെ ജീവിതത്തിൽ വെള്ളം വന്നത് അവരുടെ പ്രശ്നമേ അല്ലായിരുന്നു. നൈൽ നദി അവിടെ ദേശത്തെപ്പോഴും തണുപ്പിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ പാത്രങ്ങളിലെല്ലാം വെള്ളം കയ്പായി തീർന്നിരിക്കുന്നു. അപ്പോഴുള്ള ദാഹം ശമിപ്പിക്കുവാനും മുൻപോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമുള്ള ദാഹജലം ശേഖരിക്കുവാനുമുള്ള ഒരു ഉറവയുണ്ടെന്ന് അവർ മോഹിച്ചുപോയി. ഇനിയും അടുത്ത മരുപ്പച്ച ഉടനെ കണ്ടെന്നു വരത്തില്ല. അവരുടെ പ്രശ്നം നിസ്സാരമല്ലായിരുന്നു. മാറയിലെ നീർച്ചാലിൽ അവരെ കളിപ്പിച്ചതായി അവർക്ക് തോന്നി. കയ്പെന്ന് പറഞ്ഞാൽ അതിനു പുറകിൽ ഒരു അപകട സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ ആ കയ്പ് വെള്ളം വിഷമമയമായിരിക്കാം. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഒരു വലിയ കൂട്ടമുള്ള ജനമാണവർ. ഇവിടെ ഒരത്ഭുതം നടന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു മരുഭൂമി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മരണമായിരിക്കാം മുന്നിൽ. അവരുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ അവർ മാറയോട് വിശ്വാസമില്ലാതെ പ്രതികരിച്ചു. അവരുടെ പ്രതികരണം മത്സരത്തോടുകൂടെയും പെറുപെറുപ്പോടുകൂടെയുമായിരുന്നു. പാട്ടുകളുടെ ഈണങ്ങൾ ഇപ്പോൾ അവരുടെ നാവിൽ നിന്നും നീങ്ങിപ്പോയി. പകരം ശാപവാക്കുകൾ വരുവാൻ തുടങ്ങി. ഇസ്രായേൽ ജനം അവരുടെ നേതാവായി തിരഞ്ഞെടുത്ത മോശയ്ക്കെതിരെ പെറുപിറുക്കുവാൻ തുടങ്ങി. അവരുടെ പ്രശ്നം യാഥാർത്ഥ്യമാണ്. എന്നാൽ അവരുടെ പ്രതികരണം ദൈവഹിതപ്രകാരമായ പ്രതികരണമല്ലായിരുന്നു. അവർ മനസ്സിലാക്കിയില്ല മോശ അവരെ പോലെ തന്നെ ഒരു മനുഷ്യനാണെന്ന്. ദൈവത്തിൽ നിന്നും സ്വാതന്ത്ര്യമായി നിന്നുകൊണ്ട് ഒരത്ഭുതവും മോശയ്ക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല. മിസ്രൈമിൽ വെച്ച് മുൻപ് ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇസ്രായേൽ ജനം നേരിട്ട് ദൈവത്തോട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അവർക്ക് കരഞ്ഞ് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ പ്രതികരണവും മനോഭാവവും മാറിയിരിക്കുന്നു. എന്നാൽ ഇവിടെ അവർ ഭക്തനായ മോശയെയും ദൈവത്തെയും കുറ്റപ്പെടുത്തുന്നു. നേതാവായ മോശയോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. ഭക്തനായ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. മോശയുടെ അപേക്ഷ സർവശക്തനായ ദൈവം കേട്ടു. ദൈവം അവരെ ശാസിച്ചില്ല. പകരം മധുരമായ ഒരു ഉത്തരം ദൈവം അവർക്ക് നൽകി. ദൈവം ഭക്തനായ മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. മോശ വെള്ളത്തിൽ വൃക്ഷത്തെ വെട്ടിയിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, മിസ്രൈമിലെ ആദ്യത്തെ ബാധ എന്നത് കുടിക്കുവാൻ യോഗ്യമായ വെള്ളത്തെ കുടിക്കുവാൻ പറ്റാതെയാക്കി മാറ്റി. എന്നാൽ മരുഭൂമിയിലെ ആദ്യത്തെ അത്ഭുതമെന്നത് കുടിക്കുവാൻ യോഗ്യമല്ലാത്ത വെള്ളത്തെ കുടിക്കുവാൻ യോഗ്യമുള്ള വെള്ളമാക്കി മാറ്റി എന്നുള്ളതാണ്. ഈ ലോക ജീവിതം ഒരു മരുഭൂമി യാത്രയ്ക്ക് തുല്യമാണ്. നമുക്ക് പരിചയമല്ലാത്ത വഴികളിലൂടെ നടക്കുമ്പോൾ, മനുഷ്യർക്കാർക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം പതറരുത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കായി നമ്മുടെ മുൻപിൽ വരുന്ന മാറയെ കണ്ട് നാം പിറുപിറുക്കരുത്. മാറയെ മധുരമാക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ മരുഭൂമി യാത്രയിൽ നമ്മുടെ സമീപമുണ്ട് എന്ന് ഓർക്കണം. ദൈവം നമുക്ക് വേണ്ടി തക്ക സമയം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഓർക്കണം. പലപ്പോഴും മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് മാറ കടന്നു വന്നതുപോലെ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അത് കടബാധ്യതയായിരിക്കാം, രോഗമായിരിക്കാം. ഓരോ രൂപത്തിലും പ്രതികൂലങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ മാറ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം ദൈവത്തെ അവിശ്വസിക്കരുത്. നമ്മുടെ മാറയെ മധുരമാക്കുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതി.
എന്നാൽ നമ്മുടെ പ്രതികരണം വിശ്വാസത്താൽ നിറഞ്ഞതായിരിക്കണം. പ്രാർത്ഥിക്കണം, പിറുപിറുക്കരുത്. ദൈവത്തിന് മുൻപിൽ കീഴടങ്ങണം, ദൈവത്തിന് മുൻപിൽ മത്സരിക്കരുത്. ഭക്തനായ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവർ വെള്ളത്തിൽ വെട്ടിയിട്ടപ്പോൾ മാറ മധുരമുള്ളതായി തീർന്നെന്ന് കാണപ്പെടുന്നു. അവിടെ വച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വച്ച് അവർ അവരെ പരീക്ഷിച്ചു. ആവർത്തന പുസ്തകം 28-ാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടുകൂടെ കേട്ട് അവന് പ്രസാദമുള്ളതൊക്കെയും ചെയ്താൽ, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ദൈവം സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ നൽകുവാനിടയാകും. ആകയാൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, മാറയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പിറുപിറുക്കാതെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. മാറയെ മധുരമാക്കുന്ന കർത്താവ് കൂടെയുള്ളതിനാൽ കർത്താവിൽ ആശ്രയിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.